ശ്രീകൃഷ്ണനെക്കുറിച്ച് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തെ മറ്റൊരു തലത്തിൽ നിന്ന് നിങ്ങൾ നോക്കിക്കാണും. ഇത്രയും കാലവും കാമുകനായും ജോളി മുടിലുമൊക്കെയുള്ള കൃഷ്ണനെ ഞാനൊരു യോദ്ധാവായി നിങ്ങളുടെ മുന്നിൽ കാട്ടി. എന്നാൽ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണൻ എന്ന പൊളിറ്റിക്കൽ കിങ് മേക്കറിനെ കുറിച്ചാണ്. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ വാക്കുകളൊക്കെ കൂടുതൽ കേട്ടിട്ടുള്ളത്, അല്ലേ? എന്നാൽ ദ്വാപര യുഗത്തിലെ അത്തരത്തിലുള്ള ഒരു മൂവ് പുൾ ഓഫ് ചെയ്ത ആളാണ് ശ്രീകൃഷ്ണൻ. നമ്മൾ ഇത്രയും കാലവും വിചാരിച്ച് വെച്ചിരുന്ന ഒരാളല്ല അദ്ദേഹം. കൃഷ്ണനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നയതന്ത്രത്തിൻ്റെ ഒരു മാസ്റ്ററായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുരുക്ഷേത്ര യുദ്ധം അദ്ദേഹം ജയിച്ചത് എങ്ങനെയാണ്? ആയുധമെടുക്കാതെ തൻ്റെ വാക്കുകൾ കൊണ്ടാണ്, അല്ലേ? അതാണ് നയതന്ത്രത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഈ നയതന്ത്രത്തിന് അടിസ്ഥാനമാകുന്നത് എങ്ങനെയാണ്? വ്യക്തമായ രീതിയിലുള്ള ആശയവിനിമയം. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക്, ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ജോലിയാണ് കുരുക്ഷേത്രം എന്ന് വിചാരിച്ചുകൊള്ളുക. ഇനി നമ്മുടെ ഇന്നത്തെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കൂ. നമ്മുടെ കുരുക്ഷേത്രം നമ്മുടെ ജോലിയാണ്. ഓരോ ദിവസവും നമ്മൾ വേറിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നു. അതിന് ജോലിയിൽ മിടുക്കരായാൽ മാത്രം മതി എന്ന് കരുതുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ കമ്പനികളും പ്രധാനമായി നോക്കുന്നൊരു കഴിവും പലപ്പോഴായി നമ്മൾ കണ്ണടച്ച് അവഗണിക്കുകയും ചെയ്യുന്ന ഒന്നാണ് എത്രത്തോളം ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷിൽ നമ്മൾ ആശയവിനിമയം ചെയ്യുന്നു എന്നുള്ളത്. എന്നാൽ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പരിശീലിക്കുക എന്നുള്ളത് ഒരു ജീവിതകാലം മുഴുവനും നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമാകേണ്ട കാര്യമില്ല. നിങ്ങൾ നിയമപുസ്തകങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. സംസാരിക്കാനും പരിശീലിക്കാനും ഒരു മികച്ച മാർഗം, അതാണ് നിങ്ങൾക്ക് ആവശ്യം. ഇതൊന്ന് കേട്ട് നോക്ക്. ഐ നോട്ട് കമ്മിങ് ഓഫീസ് ടുഡേ, ഫാമിലി എമർജൻസി ഹാപ്പൻഡ്, so won't leave. I will not be coming to the office today due to a family emergency and I would like to request leave. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് എത്ര സ്വാഭാവികമായി തോന്നിയെന്ന് ശ്രദ്ധിച്ചോ? ഇത് തെറ്റ് ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല ചെയ്തത്, എന്തുകൊണ്ടത് തെറ്റായി എന്ന് പറഞ്ഞു തരികയും ചെയ്തു. ഒന്ന് ചിന്തിച്ചു നോക്ക്. 12 വർഷം ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കിട്ടിയിട്ട് പല ആളുകളും ഇന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ മടിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്താണ്? പല സ്കൂളുകളും നമുക്ക് വ്യാകരണ നിയമങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളത്, ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി തന്നിട്ടില്ല. ഇനി സ്വര നിയമങ്ങളുടെ കാര്യം ഒന്ന് എടുത്തു നോക്ക്. AEIOU, ഇതിൻ്റെ കൂടെ ആൻ ആണ് ചേർക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ എന്തുകൊണ്ട് ആൻ അംബ്രല്ല എന്നും എ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നതെന്നും അറിയാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഇത് പല ആശയക്കുഴപ്പങ്ങൾക്ക് കാരണവുമാകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോബ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ AI ഉപയോഗിച്ച് നിങ്ങൾക്ക് മോക്ക് സ്പീക്കിംഗ് പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാം. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനായിട്ട് അധ്യാപകൻ മലയാളത്തിലായിരിക്കും നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതും. എന്നാൽ സൂപ്പർനോവ നിങ്ങളുടെ ദിനചര്യയ്ക്ക് അനുയോജ്യമാണ്. ഇപ്പോൾ നിങ്ങൾ ക്യാബിൽ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് കട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഫോൺ എടുത്തൊരു 15 മുതൽ 20 മിനിറ്റ് പരിശീലിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മടി ഉപേക്ഷിച്ച് ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് സംസാരിക്കുവാനായിട്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ ലിങ്ക് വഴി സൂപ്പർനോവ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആദ്യത്തെ 1000 ഉപയോക്താക്കൾക്ക് സൂപ്പർനോവ ഒരു പ്രത്യേക ട്രയൽ ഓഫർ നൽകുന്നതായിരിക്കും. ഇത് നഷ്ടപ്പെടുത്തരുത്. ഇന്ന് തന്നെ സൂപ്പർനോവ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ ഇംഗ്ലീഷ് ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടുത്താൻ തുടങ്ങുക. ഇനി നമുക്ക് സമയം കളയാതെ ശ്രീകൃഷ്ണൻ എന്ന പൊളിറ്റിക്കൽ കിങ് മേക്കറിനെ കുറിച്ച് നോക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. എന്തുകൊണ്ട് കൃഷ്ണനെ ഒരു പൊളിറ്റിക്കൽ കിങ് മേക്കർ എന്ന് ഞാൻ പറഞ്ഞു? കാരണം അത്രത്തോളം ഒരു പവർ പ്ലേ കൃഷ്ണൻ ആ കാലഘട്ടത്തിൽ ഭാരതവർഷത്തിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ മിക്കപ്പോഴും നമ്മൾ കേൾക്കുന്ന കഥകൾ എന്താ? കുട്ടിക്കാലത്തെ കഥകൾ, പിന്നീട് രാധാകാമുകനായ കൃഷ്ണൻ്റെ കഥ. മിക്കപ്പോഴും അവിടെ ആ ഫോക്കസ് നിൽക്കുന്നത്. പിന്നീട് കംസനെ വധിക്കുന്നു, പിന്നെ ഡയറക്റ്റ് പോകുന്നത് കുരുക്ഷേത്ര ഭൂമിയിലെ കൃഷ്ണനെയാണ്, അല്ലേ? പാണ്ഡവരുമായിട്ടുള്ള ഈവൻസ് ഒക്കെ. പക്ഷേ ഇതിൻ്റെ ഇടയിലുള്ള കൃഷ്ണനെയാണ് നിങ്ങൾ അറിയേണ്ടത്. ആ കൃഷ്ണനെ അറിഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തെ മറ്റൊരു തലത്തിൽ നിന്ന് നോക്കിക്കാണുമെന്ന് ഞാൻ വീണ്ടും പറയുന്നു. കംസവധം മധുരയ്ക്കും യാദവർക്കും മാത്രം ബാധകമായിട്ടുള്ള ഒന്നല്ലായിരുന്നു. ആ ഒരു സംഭവത്തോടുകൂടി ഭാരതവർഷത്തിൽ തന്നെ ഒരു പുതിയ ശക്തി രൂപപ്പെടുകയായിരുന്നു. ഭാരതവർഷത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റാൻ കെൽപ്പുള്ള ഒരു ശക്തി. അങ്ങനെ പറഞ്ഞ കാര്യം എന്തെന്ന് വെച്ചാൽ, കംസനെ വധിച്ചതിന് ശേഷമാണ് കൃഷ്ണൻ തൻ്റെ കിങ് മേക്കിംഗ് പവർ പ്ലേകൾ ആരംഭിച്ചത്. എങ്ങനെയെന്നല്ലേ? ഒരു രാജാവിനെ വധിക്കുന്നവനാണ് അടുത്ത രാജാവ്, അല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ കംസനെ വധിച്ച കൃഷ്ണൻ്റെ മുന്നിലുണ്ടായിരുന്നത് മധുരദേശത്തിൻ്റെ സിംഹാസനമായിരുന്നു. നമ്മളാരെങ്കിലും ആയിരുന്നു കൃഷ്ണൻ്റെ സ്ഥാനത്തെങ്കിൽ ഉറപ്പായും അത്രയും കാലം കംസൻ ബന്ദിയാക്കിയിരുന്ന സ്വന്തം പിതാവിനെയും മാതാവിനെയും മോചിപ്പിച്ചതിന് ശേഷം ആ മാതാവിനെയും പിതാവിനെയും സിംഹാസനത്തിലിരുത്തിയേനെ, അല്ലേ? വസുദേവര സിംഹാസനത്തിലെത്തിയേനെ. അല്ലെങ്കിൽ വസുദേവരുടെ അച്ഛനായിട്ടുള്ള, അതായത് കൃഷ്ണൻ്റെ അച്ചാച്ചനായിട്ടുള്ള ശൂരസേനരെ പിടിച്ച് സിംഹാസനത്തിലിരുത്തിയേനെ. അല്ലെങ്കിൽ കൃഷ്ണൻ്റെ സ്വന്തം ജ്യേഷ്ഠനായ ബലഭദ്രനെ സിംഹാസനത്തിലിരുത്തിയേനെ. അല്ലെങ്കിൽ കൃഷ്ണൻ തന്നെ അങ്ങ് ഭരണത്തിൽ കയറായിരുന്നു. ആരും ഒന്നും പറയത്തില്ലായിരുന്നു. എന്നാൽ ഇവിടെ സ്വാർത്ഥമായി ചിന്തിക്കുന്നതിന് പകരം ശ്രീകൃഷ്ണൻ നോട്ടമിട്ടത് ലോങ് ടേമിലുള്ള നേട്ടങ്ങളാണ്. താൻ വന്ന് ജനിച്ച തൻ്റെ കുലത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കൃഷ്ണൻ ആ സമയത്ത് ചിന്തിച്ചത്. ഇങ്ങനെ പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ,
കംസൻ ജീവിച്ചിരുന്ന സമയത്ത് മധുരയിൽ നിന്ന് യാദവ വംശത്തിലെ ഒരുപാട് പേർ ഭയന്ന് പല സ്ഥലങ്ങളിലോട്ട് പോയി. പാഞ്ചാലത്തിൽ വരെ ശരണാഗതി സ്വീകരിച്ച ആളുകൾ പോയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോൾ പല ആളുകളെന്ന് പറഞ്ഞല്ലോ. അതെന്താണെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, യാദവർക്കുള്ളിൽ തന്നെ 18ഓളം സബ് ക്ലാനുകൾ വരുന്നുണ്ട്. വൃഷ്ണികൾ, ഭോജന്മാർ, അന്തകന്മാർ, മാധവന്മാർ, ദശാർഹന്മാർ, ഹേഹേയന്മാർ, ആഭീരർ, അങ്ങനെ 18 സബ് ക്ലാനുകൾ വരുന്നുണ്ട്. ഈ ഹേഹേയന്മാർക്കുള്ളിൽ തന്നെ 5 സബ് ക്ലാനൊക്കെ വരുന്നുണ്ട്. അങ്ങനെ 18ഓളം സബ് ക്ലാനുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ 18 സബ് ക്ലാനുകളിൽ കംസനോട് കൂറുണ്ടായിരുന്നവർ മാത്രമായിരുന്നു മധുരയിലുണ്ടായിരുന്നത്. മറ്റുള്ളവരൊക്കെ കംസനെ പേടിച്ച് പല ദിശകളിലോട്ട് പാഞ്ഞോടി. അപ്പോൾ കൃഷ്ണൻ്റെ മനസ്സിലൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, തൻ്റെ കുലത്തിനെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക. അതിന് താൻ ഭരണത്തിൽ കയറിയാൽ നടക്കത്തില്ല. കാരണം കൃഷ്ണൻ ഭരണത്തിൽ കയറിയാൽ കംസനെ ഭയന്നു പോയവരെല്ലാവരും തിരിച്ച് കൃഷ്ണൻ്റെ അടുത്തെത്തും. പക്ഷേ കംസനോട് കൂറുണ്ടായിരുന്ന ആളുകൾക്കിടയിൽ ആളുകളുടെ മനസ്സിലൊരു കരട് വീഴും. അത് പിന്നീട് ഒരു അന്തർയുദ്ധവും ആഭ്യന്തര കലഹവും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് കൃഷ്ണൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ സ്വയം ഭരണത്തിൽ കയറുന്നതിന് പകരം, തൻ്റെ ജ്യേഷ്ഠനെ ഭരണത്തിൽ കയറ്റുന്നതിന് പകരം, തൻ്റെ അച്ഛനെയോ അച്ചാച്ചനെയോ ഭരണത്തിൽ കയറ്റുന്നതിന് പകരം കംസൻ്റെ പിതാവായ ഉഗ്രസേനരെ ഭരണത്തിൽ കയറ്റി. ഉഗ്രസേനൻ അത്യാവശ്യം ജനസമ്മതനായിട്ടുള്ള ഒരു രാജാവായിരുന്നു. അപ്പോൾ ഉഗ്രസേനൻ ഭരണത്തിൽ കയറിയപ്പോൾ കംസനോട് കൂടുണ്ടായിരുന്നവരും അത്രയും കാലവും കംസനെ ഭയന്ന് പല ദിശകളിലോട്ട് പോയ യാദവരും എല്ലാവരും ഒരു കുടക്കീഴിൽ വന്നു. അവരെല്ലാവരെയും മധുരയിൽ ഒന്നിച്ചു കൊണ്ടുവന്നു കൃഷ്ണൻ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഹാപ്പിയാണ് ഉഗ്രസേനൻ്റെ കീഴിൽ. അപ്പോൾ തൻ്റെ പ്ലാനിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് അദ്ദേഹം പൂർത്തിയാക്കിയാണ്, ഈ യാദവരെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളത്. എന്നാൽ ആ സമയത്താണ് ജരാസന്ധൻ 17 തവണ മധുരയെ ആക്രമിക്കുന്നത്. കാരണം എന്താണ്? ജരാസന്ധൻ എന്ന് പറയുമ്പോൾ കംസൻ്റെ അമ്മായിയച്ഛനാണ്. അപ്പോൾ കംസൻ്റെ മകനെ പിടിച്ച് രാജാവാക്കാനായിട്ടാണ് ജരാസന്ധൻ 17 തവണ ആക്രമണം നടത്തുന്നത്. എന്നാൽ 17 തവണയും ജരാസന്ധൻ മധുരയെ ആക്രമിച്ച സമയത്ത് അവിടെ ഒരു അശരീരി ഉണ്ടാകുന്നുണ്ടല്ലോ. ബലരാമനോ കൃഷ്ണനോ അല്ല ജരാസന്ധനെ വധിക്കേണ്ടത്. ജരാസന്ധനെ വധിക്കേണ്ടത് മറ്റൊരാളാണ്. അയാൾ ജനിച്ചിട്ടുണ്ട്, കൃത്യസമയത്ത് അയാൾ ജരാസന്ധനെ വധിച്ചോളും എന്ന അശരീരി ഉണ്ടായതുകൊണ്ട് തന്നെ 17 തവണയും കൃഷ്ണനും ബലരാമനും ഫോക്കസ് ചെയ്തത് തങ്ങൾക്ക് വിരോധികളായി വന്ന രാജാക്കന്മാരുടെ സൈന്യത്തിനെ മുച്ചൂട് മുടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ശത്രു രാജാക്കന്മാരുടെ സൈന്യത്തെ ക്ഷയിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു അവരുടെ പക്കലുണ്ടായിരുന്നത്. അതും തൻ്റെ കൂടെയുള്ള ആളുകളുടെ ഭാരതവർഷത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ്. കാരണം ശത്രു സൈന്യം ക്ഷയിപ്പിച്ചാൽ അതും ഒരു വിജയമാണല്ലോ. എന്നാൽ തുടരെയുള്ള ആക്രമണത്തെ തുടർന്ന് മധുര വീണ്ടും ക്ഷയിച്ചു തുടങ്ങി. കൃഷ്ണൻ നോക്കിയപ്പോൾ താൻ കഷ്ടപ്പെട്ട് തൻ്റെ വംശത്തിനെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നു. പക്ഷെ അവർക്ക് പാർക്കാനിടവില്ല, അവർക്ക് ഒരുപാട് നഷ്ടങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാകുന്നു. തുടരെ യുദ്ധം ഉണ്ടാകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ കൃഷ്ണൻ അവിടെ നിന്ന് അടുത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള യാത്ര തിരിച്ചു. അങ്ങനെയാണ് പരശുരാമൻ്റെ അടുത്ത് പോയത്. നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ പരശുരാമനെ കാണാനായിട്ട് ആ ഒരു മലനിരകളിൽ പോയപ്പോൾ കൃഷ്ണൻ അവിടെ നിന്നുകൊണ്ട് പശ്ചിമ ദിശയിലുള്ള കടൽ ശ്രദ്ധിക്കുകയാണ്. പശ്ചിമ കടൽ വളരെ മനോഹരമായി അദ്ദേഹത്തിന് തോന്നി. അവിടെ പരശുരാമനിൽ നിന്നാണ് അദ്ദേഹം ഒരു പുതിയ കാര്യം അറിയുന്നത്. പണ്ട് അവിടെ കുശസ്ഥലി എന്നും പറഞ്ഞൊരു ദ്വീപുണ്ടായിരുന്നു. ആ ദ്വീപിനെ കുറിച്ചൊക്കെ കേട്ടപ്പോൾ കൃഷ്ണന് അത് വളരെ സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലമായി തോന്നി. അങ്ങനെ കൃഷ്ണൻ എന്തോ ചെയ്തു, ജരാസന്ധനെ 18ാമത്തെ തവണയും പരാജയപ്പെടുത്തിയതിനു ശേഷം കൃഷ്ണനും ബലരാമനും കൂടെ വരുണദേവൻ്റെ അടുത്ത് പോയി. അങ്ങനെ കൃഷ്ണൻ വന്ന് വരുണദേവനോട് പറഞ്ഞു, നിങ്ങൾ കാലങ്ങൾക്ക് മുമ്പ് മുക്കിയ ദ്വീപ് തിരിച്ച് പൊക്കിക്കൊണ്ടുവരണം, എനിക്കും എൻ്റെ ആളുകൾക്കും താമസിക്കാനാണെന്ന് പറഞ്ഞു. പറയുന്നത് കൃഷ്ണനല്ലേ, അതുകൊണ്ട് തന്നെ വരുണദേവൻ റിസ്ക് എടുക്കാൻ നിന്നില്ല. കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തന്നെ മുക്കിയ കുശസ്ഥലി എന്ന ഈ ദ്വീപ് പശ്ചിമ കടലിലേക്ക് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നു. ഈ ദ്വീപ് കണ്ടുടനെ തന്നെ കൃഷ്ണന് മനസ്സിലായി, യാദവർക്ക് സുരക്ഷിതമായി ഇവിടെ കഴിയാം. മധുരയിൽ ഒരുപാട് പ്രശ്നങ്ങളായല്ലോ, ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായല്ലോ, അപ്പോൾ ഇവിടേക്ക് വരാം, ഇവിടേക്ക് താമസം മാറാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഉടനെ തന്നെ കൃഷ്ണൻ വിശ്വകർമാവുമായി സംസാരിച്ചു. എന്നിട്ട് വിശ്വകർമാവിനോട് പറഞ്ഞു, ഇതുവരെ ലോകം കണ്ടതിലേക്ക് വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു നഗരം അവിടെ നിർമ്മിക്കണം. എനിക്കും യാദവകുലത്തിനും താമസിക്കാനാണ്. അപ്പോൾ അതിഗംഭീരമായിട്ടുള്ള ഒരു നഗരം അവിടെ നിർമ്മിക്കണമെന്ന് പറഞ്ഞു. ഈ കുശസ്ഥലി ദ്വീപിനൊരു പ്രത്യേകതയുണ്ട്. ഈ ദ്വീപിനെ ചുറ്റിപ്പറ്റി പർവ്വതങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ടുള്ള കോട്ടമതിലുണ്ടെന്ന് വേണേൽ പറയാം. അപ്പോൾ അതൊക്കെ കടന്ന ആളുകൾക്ക് അകത്ത് വരാനും പാടാണ്. പിന്നെ മാത്രമല്ല, ഇത് സമുദ്രത്തിൻ്റെ നടുക്കല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ആളുകൾക്ക് ആക്രമിക്കാനും പറ്റത്തില്ല. അങ്ങനെ വിശ്വകർമാവ് അവിടെ ഗംഭീരമായിട്ടുള്ള ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു നഗരം പണിതു. ലക്ഷൂറിയസ് എന്നൊക്കെ പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അത്രത്തോളം ഭംഗിയും ലക്ഷൂറിയസുമായിട്ടുള്ള മറ്റൊരു സ്ഥലമില്ലാത്ത രീതിക്ക് അവിടെ അങ്ങനെ ഒരു നഗരം അവർ പണിതു.
ഈ നഗരത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നെന്നറിയോ? ഈ 18 കുലങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ 18 കുലത്തിലുള്ള ആളുകൾക്ക്, ആ 18 കുലത്തിലുള്ള ആളുകൾക്ക് താമസിക്കാനും കൊട്ടാരങ്ങൾ അവിടെ നിർമ്മിച്ചു. സാധാ ജനങ്ങളുണ്ടല്ലോ, യാദവ കുലത്തിലെ ജനതകൾ, ആ സാധാ ജനങ്ങൾക്ക് പോലും താമസിക്കാനായിട്ട് നല്ല അടിപൊളി ഭവനങ്ങളാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു താമസ സൗകര്യം അവിടെ തയ്യാറാക്കി. എന്നിട്ട് ചുറ്റിനും മലയുണ്ടല്ലോ, ആ മലയിലൂടെയെല്ലാം കോട്ടമതിലുകൾ തീർത്തു, മല തുരന്ന് കവാടങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ 4 കവാടങ്ങളുണ്ട്. ഈ സ്ഥലമാണ് ദ്വാരക. അങ്ങനെ കൃഷ്ണൻ ദ്വാരക നിർമ്മിച്ച കാര്യമാണ് ഈ പറഞ്ഞത്. ഈ ദ്വാരക അദ്ദേഹം നിർമ്മിക്കാനുള്ള കാര്യം എന്താണ്? ആ കാലഘട്ടത്തിൽ പാണ്ഡവരൊഴികെ ഒട്ടുമിക്ക എല്ലാ ആളുകൾക്കും കൃഷ്ണനോടൊരു ദേഷ്യം ഉണ്ടായിരുന്നു. എന്താ കാര്യം എന്നറിയോ? കാലങ്ങൾക്ക് മുൻപ് രാജ്യത്വം നഷ്ടപ്പെട്ട ആളുകളാണ് യാദവർ. ആ യാദവരെ കൃഷ്ണൻ ഒറ്റ ഒരാൾ തൻ്റെ ബുദ്ധി കൊണ്ട് പിടിച്ചുയർത്തിക്കൊണ്ടുവരിക. അവർക്ക് അത്രത്തോളം ജീവിത സാഹചര്യങ്ങളും സക്സസ്സും കൃഷ്ണൻ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരും. അപ്പോൾ ഇനിയും കൃഷ്ണൻ ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ചുമ്മാതിരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. തൻ്റെ കൂടെയുള്ള ആളുകളെ എല്ലാവരെയും പിടിച്ചുയർത്തുക, ലോകനന്മ ചെയ്യുക എന്നൊരു ചിന്ത മാത്രമായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ അങ്ങനെ മധുരയിൽ തന്നെ കാര്യങ്ങൾ ചെയ്താൽ ശത്രുക്കളുടെ ആക്രമണങ്ങൾ ഉണ്ടാകും. ഇപ്പം ജനങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം തൻ്റെ കൂടെയുള്ള ആളുകൾക്ക് സമാധാനമായിട്ട് ജീവിക്കാനായിട്ടാണ് അദ്ദേഹം ദ്വാരക നിർമ്മിച്ചത്. എന്നിട്ട് എല്ലാവരെയും ദ്വാരകയിലോട്ട് താമസം മാറ്റി. ദ്വാരകയിലോട്ട് താമസം മാറ്റിയതിനു ശേഷം ഗംഭീരമായിട്ടുള്ളൊരു അഡ്മിനിസ്ട്രേഷനാണ് അദ്ദേഹം അവിടെ തയ്യാറാക്കിയത്. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, യാദവർക്കിടയിൽ 18 സബ് ക്ലാനുകളുണ്ടെന്ന്. ഈ സബ് ക്ലാനുകളിലുള്ള ആളുകളെല്ലാം ഇതിനോടകം വെച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിപ്പിച്ചായിരുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഭോജന്മാരെ കൊണ്ട് വൃഷ്ണികളെ വിവാഹം കഴിപ്പിച്ചു, വൃഷ്ണികളെ കൊണ്ട് അന്തകന്മാരെ വിവാഹം കഴിപ്പിച്ചു, അന്തകന്മാരെ കൊണ്ട് ആബീരന്മാരെ വിവാഹം കഴിപ്പിച്ചു, ഹേഹയന്മാരെ കൊണ്ട് ദശാർഹന്മാരെ വിവാഹം കഴിപ്പിച്ചു. മനസ്സിലായില്ലേ? ഇവരെ എല്ലാവരെയും 18 ക്ലാനുകളിലുള്ള കുടുംബങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിപ്പിച്ചു. അപ്പോൾ ഓൾറെഡി ഉഗ്രസേനൻ എന്ന് പറയുന്ന രാജാവിന് കീഴിൽ ഇവരെല്ലാവരും ഒന്നിച്ചു. ഇവർക്കിടയിൽ ബന്ധുത്വം ഉണ്ടാക്കി സ്ഥിതിക്ക് നീ ഒരു കാരണവശാലും ഇവർ പല ദിശകളിലേക്ക് പോകത്തില്ല. അങ്ങനെ ഒരു ഗംഭീര പരിപാടിയും കൂടെ കൃഷ്ണൻ കാണിച്ചു. ഇത് കൃഷ്ണൻ്റെ ബുദ്ധിയാണ്. അപ്പോൾ ഇനി ഇവർക്കിടയിൽ സ്പർദ്ധ ഉണ്ടാകത്തില്ല. ഇതിൻ്റെ കാര്യം എന്തെന്നറിയോ? ഈ യാദവരൊക്കെ അസാമാന്യമായിട്ടുള്ള ആളുകളായിരുന്നു. ഇതിൽ ഏറ്റവും പ്രബലന്മാരായിരുന്നു ഈ വൃഷ്ണികളും ഭോജന്മാരും ആഭിരന്മാരും ഒക്കെ. അപ്പോൾ ഇവരെല്ലാവരും ശക്തരായിട്ടുള്ള ആളുകളായതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ സ്പർദ്ധയുണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. സ്പർദ്ധയുണ്ടായ ആഭ്യന്തര കലഹം ഉണ്ടാവും, അന്തർയുദ്ധം ഉണ്ടാവും, വീണ്ടും പല വഴിക്കാവും, ഈ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയാവും. പിന്നെ അത് മാത്രമല്ല, ആ കാലഘട്ടത്തിലൊക്കെ, അതായത് കൃഷ്ണൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ കൃഷ്ണനും യാദവരും നേരിട്ടിരുന്ന ഏറ്റവും വലിയ ശത്രുക്കളെന്ന് പറയുമ്പോൾ, 1 ജരാസന്ധൻ, 2 ശിശുപാലൻ. ഈ ശിശുപാലൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഉണ്ടല്ലോ, ഈ പുള്ളിക്കാരൻ യാദവർക്കിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള അവസരം നോക്കിയിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇവരെ ബന്ധുത്വം ഉണ്ടാക്കി എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന ശിശുപാലൻ വേണ്ടാത്ത പരിപാടിയൊന്നും ചെയ്യത്തില്ല. ഈ ശിശുപാലന് കൃഷ്ണനുമായിട്ടുള്ള പ്രശ്നം എന്താണെന്നറിയോ? ശിശുപാലൻ ജനിച്ചപ്പോൾ തന്നെ വല്ലാത്തൊരു രൂപത്തിലാണ് ജനിച്ചത്. 4 കൈയും 3 കണ്ണും ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ആരുടെ മടിയിൽ വെച്ചാലാണോ ഇത് കൊഴിഞ്ഞു പോയി നോർമൽ രൂപത്തിലാവുന്നത്, അയാളായിരിക്കും ശിശുപാലൻ അന്തകനെന്ന് പറയും. സ്വാഭാവികം, കൃഷ്ണൻ്റെ മടിയിൽ വെച്ചു, ശിശുപാലൻ നോർമൽ രൂപത്തിലായി. അപ്പോൾ കൃഷ്ണൻ്റെ കൈകൊണ്ടാണ് ശിശുപാലൻ തീരാൻ പോകുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഉടനെ തന്നെ ശിശുപാലൻ്റെ അമ്മ, കൃഷ്ണൻ്റെ അമ്മായിയാണ്. അപ്പോൾ അമ്മായി കൃഷ്ണനോട് പറഞ്ഞു, മോനെ നീ അവനോട് ക്ഷമിക്കണം, അവനെ കൊന്നുകളയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, 100 തെറ്റ് ഞാൻ ക്ഷമിക്കാം, 100 കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെച്ചേക്കൂല, തീർത്ത് കളയും, ബന്ധുവാണെന്ന് നോക്കൂല, അടിച്ച് തീർത്ത് കളയും ഞാനെന്ന് പറഞ്ഞു. നല്ല ഇടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, 100 വരെ നീ ക്ഷമിക്കുമല്ലോ, അത് മതി എന്ന് പറഞ്ഞു. പക്ഷേ കൃഷ്ണൻ്റെ അമ്മായി ഇത് വിശ്വസിച്ചെങ്കിലും കൃഷ്ണൻ്റെ അമ്മാവൻ, അതായത് ഇദ്ദേഹത്തിൻ്റെ ശിശുപാലൻ്റെ ഫാദർ, പുള്ളിക്കാരന് വലിയ വിശ്വാസമില്ല. കാരണം കൃഷ്ണൻ ആരാണ്? അമ്മാവനെയാണ് തട്ടിയതേ. അപ്പോൾ വേണ്ടി വന്ന നന്മയ്ക്ക് വേണ്ടി ഈ ശിശുപാലൻ്റെ കൈയിലിരിപ്പിന് നല്ല വിശ്വാസം, എന്താ പറയുക, അച്ഛൻ്റെ ദീർഘവീക്ഷണം കൊണ്ടായിരിക്കാം ശിശുപാലൻ കൃഷ്ണൻ്റെ കൈ കൊണ്ട് തന്നെ തീരുമെന്നുള്ള കാര്യത്തിൽ ശിശുപാലൻ്റെ ഫാദറിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ശിശുപാലൻ്റെ അച്ഛൻ എന്ത് ചെയ്തെന്നറിയോ? ആ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ചക്രവർത്തി, ഏറ്റവും ശക്തനായിട്ടുള്ള ആൾ, പരമഭക്തൻ, ദേവന്മാരോട് പോലും യുദ്ധം ചെയ്യാൻ കെൽപ്പുള്ള ആൾ, ആരും എതിരെ നിൽക്കാത്തൊരാൾ ജരാസന്ധനായിരുന്നു. ആ ജരാസന്ധൻ്റെ അടുത്ത് കൊണ്ടുവിട്ടു ശിശുപാലനെ, എൻ്റെ മോനെ പഠിപ്പിച്ച് സെറ്റാക്കണമെന്ന്. അങ്ങനെ ജരാസന്ധനാണ് ശിശുപാലനെ പഠിപ്പിച്ചൊക്കെ സെറ്റാക്കിയത്. പിന്നീട് ഈ രുക്മിണി ദേവിയെ ആദ്യം ശിശുപാലനാണ് രുക്മി ആലോചിച്ചത്. ആ സ്ഥലത്താണ് കൃഷ്ണൻ വന്ന്, എന്താണ് രുക്മിണി ദേവിക്ക് കൃഷ്ണനല്ലേ ഇഷ്ടം, അതുകൊണ്ട് കൃഷ്ണൻ അവിടെ വന്ന് ശിശുപാലൻ നോക്കി നിൽക്കവെയാണ് രുക്മിണി ദേവിയെ കൊണ്ടുപോയി കല്യാണം കഴിച്ചത്. അതിൻ്റെ ചുരുക്ക് നല്ലതുപോലെ ശിശുപാലനുണ്ട്. അപ്പോൾ ഇതാണ് ഇവർക്കിടയിലെ മെയിൻ പ്രശ്നങ്ങളെന്നൊക്കെ പറയുമ്പോൾ വേറെയും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശിശുപാലൻ ഇദ്ദേഹം കയറി നല്ല പണിയുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ കൃഷ്ണൻ ഇവർക്കിടയിൽ നല്ല ഒരു, എന്താ പറയുക, ബന്ധങ്ങൾ സൃഷ്ടിച്ചു.
പിരിഞ്ഞു പോകത്തില്ല യാദവർ. മാത്രമല്ല യാദവരുടെ പ്രതാപം കൃഷ്ണൻ കൂട്ടിക്കൊണ്ടുവന്നു. ഓരോ യുദ്ധങ്ങൾ ചെയ്യുമ്പോഴും അവിടെ നിന്ന് കൊണ്ടുവരുന്ന സമ്പത്തും, ഗോസമ്പത്ത്, അശ്വസമ്പത്ത്, ഗജസമ്പത്ത്, ഇതെല്ലാം യാദവരുടെ ഉന്നമനത്തിന് വേണ്ടി കൃഷ്ണൻ ഉപയോഗിച്ചു. അങ്ങനെ യാദവർ ഭയങ്കര പണക്കാരായി. എന്നുവെച്ചാൽ അത്രത്തോളം പണക്കാരായി യാദവർ. ഇനി ഈ ഒരു ദ്വാരകയുടെ ഉള്ളിൽ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് പറയണമല്ലോ. യാദവന്മാർക്ക് എല്ലാവർക്കും കൂടെ ചക്രവർത്തി എന്നൊക്കെ പറയുന്നതാണ് ഒരു രാജാവ്, അതാണ് ഉഗ്രസേനൻ. പിന്നീട് യുവരാജാവ് പദവിയിലുള്ള ആളാണ് ബലരാമൻ യുവരാജാവാണെങ്കിൽ പോലും ദ്വാരകയുടെ സെക്യൂരിറ്റി ഇൻചാർജും ബലരാമനായിരുന്നു. അതായത് ഫുൾ സ്ഥലത്തിൻ്റെ സെക്യൂരിറ്റി അത് ബലരാമൻ്റെ മേൽനോട്ടത്തിലായിരുന്നു. പിന്നീട് അവിടെ മന്ത്രിമാരായിട്ട്, അതായത് ഉഗ്രസേനൻ്റെ മന്ത്രിമാരായിട്ട് നിന്നിരുന്നത് കൃഷ്ണൻ്റെ അച്ഛനും അച്ചാച്ചനുമായിരുന്നു. അതായത് വസുദേവരും ശൂരസേനരുമായിരുന്നു മന്ത്രിമാരായി നിന്നിരുന്നത്. പിന്നീട് ഏകദേശം 52 കോടി സൈന്യം ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് യാദവർക്ക്. അതായത് 18 ആളുകളുണ്ടല്ലോ, ഈ 18 സബ് ക്ലാനുകളുണ്ടല്ലോ. അപ്പോൾ ഈ 18 സബ് ക്ലാനുകളുടെ ഓരോ ക്ലാനുകളുടെ സൈന്യവും ഒരുമിച്ച് ഇപ്പോൾ ഒരു സ്ഥലത്തുണ്ട്, ഒരുമിച്ച് കൃഷ്ണൻ്റെ കീഴിൽ വന്നേക്കുക. അപ്പം 51 കോടി സൈന്യം ഉണ്ടെന്നാണ് പറയുന്നത്. 52 കോടി സൈന്യമുണ്ട് കൃഷ്ണൻ്റെ കീഴിൽ, അതായത് യാദവർക്ക് കീഴിൽ. അപ്പോൾ ഈ സൈന്യം ഇത്രയുണ്ടല്ലോ, ആ സൈന്യത്തിൽ ഓരോ പടത്തലവന്മാരെ കൃഷ്ണൻ ചുമതലപ്പെടുത്തി. ആ ഒരു പടത്തലവന്മാരെന്ന് പറയുമ്പോൾ കൃതവർമാവ്, ആ പടത്തലവന്മാരെ ആരും ചില്ലറക്കാരല്ല, എല്ലാവരും ഗംഭീര യോദ്ധാക്കളാണ്. കൃതവർമാവ് ഒരു പടത്തലവനായിരുന്നു, അതുപോലെ ശിനി ഒരു പടത്തലവനായിരുന്നു, അതുപോലെ സാത്വികിയുടെ അച്ഛൻ അദ്ദേഹം ഒരു പടത്തലവനായിരുന്നു. പിന്നീട് അധികം ആളുകൾ കേട്ടിട്ടില്ലാത്ത ഒരാളുണ്ട്, ഗദനും ഒരു പടത്തലവനായിരുന്നു. ഈ ഗദൻ ആരാണെന്നറിയോ? കൃഷ്ണൻ്റെ അനിയൻ. കൃഷ്ണനൊരു അനിയനുണ്ട്, അധികം ആളുകൾക്ക് അറിയത്തില്ല. കൃഷ്ണന് വളരെ പ്രിയപ്പെട്ട ഒരു അനിയനുണ്ട്, അതാണ് ഗദൻ. ആ ഗദനെയും ഒരു പടത്തലവനാക്കി. എന്നിട്ട് ഈ 51 കോടി സൈന്യത്തിൻ്റെയും എത്ര സൈന്യത്തിൻ്റെയും സർവ്വ സൈന്യാധിപനായിട്ട് സാത്വികയെ ചുമതലപ്പെടുത്തി. അങ്ങനെ സാത്വികയാണ് ഈ ഇത്രയും വലിയ സൈന്യത്തിൻ്റെ സർവ്വസൈന്യാധിപൻ എന്ന് പറയുമ്പോൾ. എന്നിട്ട് എന്താ അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ, ഓരോ കവാടങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഓരോ കവാടങ്ങളിലും ഒരു യൂണിറ്റ് സൈന്യത്തിനെ പിടിച്ചു നിർത്തി സുരക്ഷയ്ക്കായിട്ട്. അവിടെ മേൽനോട്ടത്തിന് ആളുകളുണ്ടായിരുന്നു. ഓരോ കവാടത്തിൻ്റെയും സെക്യൂരിറ്റി ഇൻചാർജായിട്ട് ഒരാളെ നിയമിച്ചു. അങ്ങനത്തെ പരിപാടികൾ ചെയ്തു. എന്നിട്ട് തീർന്നില്ല. ഇക്കാലഘട്ടത്തിൽ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഇതിൻ്റെ അകത്തോട്ട് കയറണമെങ്കിൽ, അതായത് ദ്വാരകയ്ക്കുള്ളിലോട്ട് കയറണമെങ്കിൽ ഒരു എൻട്രി കാർഡ് വേണം, ഒരു മുദ്രയുണ്ട്. ആ മുദ്ര കാണിച്ചാൽ മാത്രമേ ദ്വാരകയ്ക്കുള്ളിലേക്ക് കയറ്റുള്ളൂ. അതെല്ലാ ആളുകൾക്കും ഈ മുദ്രയുണ്ട്. മറ്റേ നമ്മൾ കാണാറില്ലേ ഈ കാർഡ് കാണിച്ച് കയറുക, ആ പരിപാടി ദ്വാരകയിലുണ്ടായിരുന്നു. ആ മുദ്ര കാണിച്ചാൽ മാത്രമേ ഈ കോട്ടവാതിൽ കിടന്ന് അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അത്രത്തോളം സെക്യൂരിറ്റി കൃഷ്ണൻ ഉറപ്പുവരുത്തിയായിരുന്നു. എന്നിട്ട് ഇത് കടലിൻ്റെ നടുക്കാണല്ലോ, അപ്പോൾ കപ്പൽ മാർഗമായിരുന്നു ഇവരുടെ സഞ്ചാരം എന്ന് പറയുന്നത്. ദ്വാരകയിൽ നിന്ന് കരയിലേക്ക്, കരയിൽ നിന്ന് ദ്വാരകയിലേക്ക്, അങ്ങനെ കപ്പൽ മാർഗത്തിലായിരുന്നു സഞ്ചാരം. അപ്പോൾ ഇതിനുള്ളിൽ ഇത്രയും സൈന്യം സെറ്റാക്കിയല്ലോ. മാത്രമല്ല കൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെയും ആയോധന വിദ്യ പഠിപ്പിച്ചു. സ്ത്രീകളെയും ആയോധന വിദ്യയെല്ലാം പഠിപ്പിച്ച് അവരെയും വേണ്ടി വന്ന യുദ്ധത്തിന് സജ്ജമെന്നുള്ള രീതിക്കാക്കി അവർക്കും ഒരു യൂണിറ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അത്രയും പ്രോഗ്രസീവായിട്ട് കൃഷ്ണൻ കാര്യങ്ങൾ ചെയ്തു ഇവിടെ. എന്നിട്ട് ഇവരുടെ ആയുധങ്ങൾ ഒരുപാടാക്കി കൃഷ്ണൻ. ആയുധങ്ങൾ ഒരുപാട് കളക്ട് ചെയ്തു. അങ്ങനെ നല്ല ശക്തമായിട്ടുള്ള ആയുധപ്പുരയും അവർക്കുണ്ടായിരുന്നു. ഒന്നിലും പിന്നോട്ടല്ല. പിന്നെ ഗോസമ്പത്ത്, അശ്വസമ്പത്ത്, ഗജസമ്പത്ത് ഇതൊക്കെ കൊണ്ട് കാലം കഴിയുന്നതിനനുസരിച്ച് ഇവർ പണക്കാരായിക്കൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ യാദവരുടെ സമ്പത്തിൻ്റെ കൊടുമുടിയിലേക്ക് എത്തിയത് കൃഷ്ണൻ 2 ആളുകളുമായിട്ട് നടത്തിയ യുദ്ധത്തിൻ്റെ പരിണാമ ഫലമായിട്ടായിരുന്നു. ഒന്ന് പ്രാഗ്ജ്യോതിഷത്തിൻ്റെ രാജാവായ നരകാസുരൻ. ഈ നരകാസുരനെ വധിച്ചതിന് ശേഷം, ഈ നരകാസുരൻ ഭയങ്കര സമ്പത്തുള്ള ആളായിരുന്നു. ഈ നരകാസുരൻ ആളെ മനസ്സിലായോ? ഭഗദത്തൻ്റെ ഫാദറിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. സുപ്രതീകമെന്ന ആനയുള്ള ഭഗദത്തൻ, ആ ഭഗദത്തൻ്റെ ഫാദറാണ് ഈ നരകാസുരൻ. ആ നരകാസുരനെ കൃഷ്ണൻ വധിച്ചതിന് ശേഷം പ്രാഗ്ജ്യോതിഷത്തിൻ്റെ 3/4 ഭാഗം സ്വത്തും കൃഷ്ണൻ നേരെ ദ്വാരകയിലേക്ക് കൊണ്ടുവന്ന്. കാരണം എന്താണ്? ഭഗദത്തൻ എങ്ങനത്തെ ആളാണെന്നറിയാം, നരകാസുരൻ്റെ മോനാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ മാത്രം അവിടെ വെച്ചിട്ട് ബാക്കി 3/4 ഭാഗം സ്വത്തും ദ്വാരകയിലേക്ക് കൊണ്ടുവന്നു. അതുകൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ദ്വാരക ഭയങ്കര പണക്കാരുടെ സ്ഥലമായി മാറി. സുഭദ്രയെ അർജുനന് കല്യാണം കഴിച്ച് കൊടുത്തതിന് ശേഷം സുഭദ്രയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്ത സംഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം സമ്പന്നനായിരുന്നു കൃഷ്ണൻ, എത്രത്തോളം സമ്പന്നരായിരുന്നു ദ്വാരകയിലുള്ള ആളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭഗദത്തൻ്റെ പിതാവായ നരകാസുരനെ വധിച്ചതിന് ശേഷം കൃഷ്ണൻ മറ്റൊരു കാര്യവും കൂടെ ചെയ്തു. ഈ സുപ്രതീകം എന്ന് പറയുന്ന ആനയുണ്ടല്ലോ, ഭഗദത്തൻ്റെ ആന, അത്രയും പൊക്കമുള്ള 4 കൊമ്പുള്ള ഭയങ്കരമായിട്ടുള്ള ആന,
അതുപോലത്തെ 63 ആനകളെ കൃഷ്ണൻ നേരെ ദ്വാരകയിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഭഗദത്തൻ്റെ കയ്യിലുള്ള സുപ്രതീകം എന്ന് പറയുന്ന ആനയുടെ അതേ രൂപത്തിലും ശക്തിയിലുള്ള 63 ആനകളെ കൃഷ്ണൻ ദ്വാരകയിലേക്ക് കൊണ്ടുവന്നു. അപ്പം ആ ഒരു പേരിലും ദ്വാരക വീണ്ടും ശക്തമായി. ഇപ്പം സമ്പത്തും അശ്വബലം ഗജസേന അതുപോലെ തന്നെ ഗോസമ്പത്തൊക്കെ വെച്ചിട്ട് ദ്വാരക അത്രത്തോളം ശക്തമായി. പിന്നീട് ഈ നരകാസുരനുണ്ടല്ലോ 16,000 സ്ത്രീകളെ തടങ്കലിലിട്ടിട്ടുണ്ടായിരുന്നു. ഈ സ്ത്രീകളിൽ ക്ഷത്രിയ സ്ത്രീകൾ മാത്രമല്ലായിരുന്നു, ക്ഷത്രിയ സ്ത്രീകളുണ്ടായിരുന്നു, ദേവസ്ത്രീകളുണ്ടായിരുന്നു, ഈ ദാനവന്മാരുടെ ഇടയിലുള്ള സ്ത്രീകളുണ്ടായിരുന്നു. അങ്ങനെ പല വംശത്തിലുള്ള 16,000 സ്ത്രീകളെ നരകാസുരൻ ഇവിടെ പിടിച്ച് തുറുങ്കിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ത്രീകളെ കൃഷ്ണൻ മോചിപ്പിച്ചതിന് ശേഷം എല്ലാവരും വളരെ മോശമായിട്ടാണ് ആ സ്ത്രീകളെ പിന്നീട് കണ്ടു തുടങ്ങിയത്. കാരണം അത്രയും കാലം നരകാസുരൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ എന്നുള്ള രീതിക്കെല്ലാം മോശമായിട്ട് കണ്ടു തുടങ്ങിയ സമയത്ത് കൃഷ്ണൻ ആ 16,000 പേരെയും സ്വന്തം ഭാര്യ എന്നുള്ള രീതിയിൽ സ്വീകരിച്ച് കൃഷ്ണൻ അവർക്ക് ആശ്രയമായി. ഈ 16,000 പേര്, അതാണ് പറയുന്നത് 16,008 ഭാര്യമാരുണ്ടെന്ന്. അഷ്ടപത്നിമാരുണ്ട് 8 പേര്: രുക്മിണി, സത്യഭാമ, ജാമ്പവതി, അതുപോലെ കാളിന്തി, ഭദ്ര, ലക്ഷണ, സത്യ, മിത്രവിന്ദ. ഇങ്ങനെ മൊത്തവും 8 പത്നിമാരുണ്ട്. ഇത് കൃഷ്ണൻ്റെ അഷ്ടപത്നിമാർ. അഷ്ടപത്നിമാരും 8 സ്ഥലങ്ങളിൽ നിന്നാണ് വിവാഹം കഴിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അത്രയും സ്ഥലങ്ങളിലുള്ള ആളുകൾ കൃഷ്ണനുമായിട്ട് അത്യാവശ്യം നല്ല ടേംസിലായി, എക്സെപ്റ്റ് മിത്രവിന്ദ. കാരണം മിത്രവിന്ദ അവന്തി ദേശത്തെ രാജകുമാരിയായിരുന്നു. ഈ അവന്തിയിലുള്ള ആളുകൾക്ക് ദുര്യോധനനോടായിരുന്നു കൂറ്. അപ്പോൾ അവർ കൃഷ്ണനോട് ഓക്കെ എന്നുള്ള മട്ടിലായിരുന്നു. ബാക്കിയുള്ളവരെല്ലാവരും കൃഷ്ണനുമായിട്ട് നല്ല ടേംസിലായി. അപ്പോൾ വീണ്ടും ആളുകൾ കൃഷ്ണനുമായിട്ട് ജനസമ്മതനായി തുടങ്ങി കൃഷ്ണൻ. എന്നാൽ കൃഷ്ണന് നേരെ ഒരു ചെറുവിരൽ പോലും ആളുകൾ അനക്കാൻ ധൈര്യപ്പെടാതായത് എപ്പോഴാണെന്നറിയോ? കൃഷ്ണൻ ബാണാസുരനെ പരാജയപ്പെടുത്തിയതാണ്. കാരണം ബാണാസുരനെ സംരക്ഷിക്കാൻ അവിടെ നിന്നിരുന്നത് ദേവദേവനായ മഹാദേവനായിരുന്നു. എന്നിട്ട് ബാണാസുരനെ കൃഷ്ണൻ പരാജയപ്പെടുത്തിയതോടുകൂടി കൃഷ്ണനെ ഭാരതവർഷത്തിലുള്ള എല്ലാവരും ഭയന്നു തുടങ്ങി. നേർക്ക് നേർ മുട്ടാനുള്ള ധൈര്യമില്ലാതായി. മധുരയെ ആക്രമിക്കണം, മധുരയല്ല ദ്വാരകയെ ആക്രമിക്കണം എന്നുള്ള ചിന്ത പോലും ആളുകൾക്ക് ചിന്തിക്കാൻ പറ്റാണ്ടായി. ഇതിനു പുറമെ പാണ്ഡവരുമായിട്ടുള്ള കൃഷ്ണൻ്റെ ബന്ധം, അതും കൃഷ്ണനെ പല രാജാക്കന്മാർക്കും സമ്മതനാക്കി. എങ്ങനെയെന്ന് വെച്ചാൽ പഞ്ചപാണ്ഡവന്മാർ ദ്രൗപദിയെ വിവാഹം കഴിക്കുന്നുണ്ടല്ലോ. ഇപ്പം ദ്രൗപദിയെ വിവാഹം കഴിച്ചതോടുകൂടി പാഞ്ചാലദേശം പാണ്ഡവരുമായിട്ട് സൗഹൃദത്തിലായി. ഈ പാഞ്ചാലദേശം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അതിസമ്പന്നര, ഭയങ്കര ശക്തര. ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള വലിയ സൈന്യം ഉണ്ടായിരുന്നു, അത്രത്തോളം സമ്പത്ത് അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ശക്തമായിട്ടുള്ള പാഞ്ചാലർ പാണ്ഡവരുടെ കൂടെ കൂടി ഇൻ ടേൺ കൃഷ്ണൻ്റെയും കൂടെ കൂടിയപ്പോൾ കൃഷ്ണൻ്റെ ശക്തി വീണ്ടും കൂടെയാണ്. അതുപോലെ ഈ സ്ഥലങ്ങളിലെല്ലാം കൃഷ്ണൻ ഭയങ്കര ഇൻസ്ട്രുമെൻ്റൽ ആകുന്നുണ്ട് കാര്യങ്ങളെ. അതോടൊപ്പം തന്നെ ഈ പഞ്ചപാണ്ഡവന്മാർക്ക് ദ്രൗപദിക്ക് പുറമേയും വേറെയും ഭാര്യമാരുണ്ടല്ലോ. അപ്പോൾ അത് യുധിഷ്ഠിരൻ വിവാഹം ചെയ്തത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കാശി ദേശത്തെ ഒരു രാജകുമാരിയാണ്. അതുപോലെ ഭീമസേനൻ വിവാഹം ചെയ്ത ബലന്ധര കാശി ദേശത്തെ രാജകുമാരിയാണ്. അപ്പോൾ ഈ കാശി ദേശം മുഴുവനും കൃഷ്ണനുമായിട്ട് സൗഹൃദമായി. പിന്നെ ഇവർ ഈ ദിഗ്വിജയമൊക്കെ ചെയ്തല്ലോ, ദിഗ്വിജയം ചെയ്തു. ഇതിനോടൊക്കെ വെച്ച് ഭീമസേനനും അർജുനനും ഫേമസായി, അവരുടെ ശക്തി ഫേമസായി. അതോടുകൂടി ഭീമസേനനും അർജുനനും കൃഷ്ണൻ എന്ത് പറഞ്ഞാലും അതേപടി അനുസരിക്കും എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു. ഇതും കൃഷ്ണനും അതുപോലെ തന്നെ യാദവർക്കും ശക്തി കൂട്ടുന്ന ഒന്നായിരുന്നു. ഏറ്റവും പിവട്ടലായിട്ടുള്ളൊരു സംഭവം എന്താണ്? അർജുനൻ സുഭദ്രയെ വിവാഹം കഴിച്ചത്. അപ്പോൾ യാദവരുമായിട്ട് ഡയറക്റ്റ് ഒരു കണക്ഷനും വന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ കൃഷ്ണൻ്റെ 56 കോടി സൈന്യത്തിൽ ഓരോ പടത്തലവന്മാരുണ്ടെന്ന്. ഈ പടത്തലവന്മാർ കുറേ കാലം ഞാൻ ആദ്യം പറഞ്ഞ ഗദൻ അവരൊക്കെ ആയിരുന്നു. പിന്നെ കൃഷ്ണൻ്റെ മക്കൾ കൃഷ്ണനെ ജനിച്ചല്ലോ, 17 മക്കളൊക്കെ ജനിച്ചല്ലോ. ആ 17 മക്കൾ പ്രദ്യുമ്നൻ, അതുപോലെ സാമ്പൻ, ഈ മക്കളൊക്കെയായി പിന്നീട് പടത്തലവന്മാർ. അതുപോലെ തന്നെ കൃഷ്ണൻ്റെ പേരക്കുട്ടിയായിട്ടുള്ള അനിരുദ്ധനും ഒരു പടത്തലവനായിരുന്നു. എന്നാൽ അപ്പോഴും സർവ്വസൈന്യാധിപൻ സാത്വികി തന്നെയായിരുന്നു. അതൊരു വെറൈറ്റി ഇനത്തിലുള്ള ആളാണല്ലോ. അപ്പോൾ പുള്ളിക്കാരനിൽ എത്ര വിശ്വാസമായിരുന്നു സാത്വികിയുടെ. അപ്പോൾ യാദവന്മാരുടെ അത്രയും ശക്തമായിട്ടുള്ള സർവ്വ സൈന്യത്തിൻ്റെയും സൈന്യാധിപൻ സാത്വികിയായിരുന്നു. പക്ഷെ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തുവെങ്കിൽ പോലും അപ്പോഴും യാദവരുടെ 2 പ്രധാന ശത്രുക്കളുണ്ട്. ഒന്ന് ജരാസന്ധൻ, 2 ശിശുപാലൻ. ശിശുപാലൻ്റെ കാര്യത്തിൽ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല, കാരണം സമയമാകുമ്പോൾ ശിശുപാലൻ ചോദിച്ച് വാങ്ങിക്കൊള്ളൂ എന്നുള്ള കാര്യം കൃഷ്ണൻ അറിയാം. പക്ഷേ ജരാസന്ധൻ്റെ കാര്യം അങ്ങനെയല്ല. അപ്പം അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നും പറഞ്ഞ് അദ്ദേഹം നിന്ന സമയത്തായിരുന്നു മറ്റൊരു ഐഡിയ കൃഷ്ണൻ്റെ മൈൻഡിൽ വന്നത്. സ്വന്തം കുലത്തിനെ അതിൻ്റെ നല്ല ഉന്നമനത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാരതം മുഴുവനും സെക്യൂർ ആക്കണമല്ലോ.
ഭാരതവർഷത്തിൽ മുഴുവനും തമ്മിത്തല്ല് നടക്കുന്നുണ്ടല്ലോ, അതൊഴിവാക്കാൻ എന്തോ ചെയ്യണം? ഏകോപിപ്പിച്ച് ഒരാളുടെ ഭരണത്തിന് കീഴിൽ കൊണ്ടുവരണം. ഒരാളുടെ ഭരണത്തിന് കീഴിൽ കൊണ്ടുവന്നാൽ എല്ലാ ആളുകൾക്കും ഒരേ നിയമം, എല്ലാ ആളുകൾക്കും ഒരേ ഗുണങ്ങൾ കിട്ടും, ആ ഒരു യൂണിറ്റി ഉണ്ടാവും. അതിനു വേണ്ടിയായിരുന്നു ഈ ഒരു രാജസൂയത്തെക്കുറിച്ച് ഇദ്ദേഹം യുധിഷ്ഠിരൻ അറിഞ്ഞ സമയത്ത് യുധിഷ്ഠിരൻ അതിനു വേണ്ടിയിട്ടുള്ള കോൺഫിഡൻസ് കൃഷ്ണൻ കൊടുത്തത്. എന്നാൽ രാജസൂയത്തിലെ ഏറ്റവും വലിയ തടസ്സമായിരുന്നു ജരാസന്ധൻ. ജരാസന്ധൻ സാമ്രാട്ട് പദവിയുള്ള ആളാണ്. അപ്പോൾ ജരാസന്ധൻ കുറേ രാജാക്കന്മാരെ പിടിച്ച് തടവിലൂട്ടിട്ടുണ്ട്. അപ്പോൾ ജരാസന്ധനെ തീർത്താൽ ജരാസന്ധൻ്റെ കീഴിലുള്ള രാജാക്കന്മാരെ യുധിഷ്ഠിരന് കീഴിൽ കൊണ്ടുവരാം. അപ്പോഴാണ് കൃഷ്ണന് ഐഡിയ കിട്ടുന്നത്, ജരാസന്ധൻ്റെ ശവപ്പെട്ടിയിൽ ആണിയടിക്കാനുള്ള ആൾ വന്നു. ആര്? ഭീമസേനൻ. അങ്ങനെ ഭീമസേനനെ കൊണ്ട് ജരാസന്ധനെ തട്ടിക്കും. അത് കൃഷ്ണൻ്റെ മറ്റൊരു പവർ പ്ലേ ആയിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, സർഫസ് ലെവലിൽ നോക്കുന്ന പോലെയല്ല. ജരാസന്ധൻ എന്ന് പറയുന്ന ഒരാളെ കൃഷ്ണൻ തട്ടിയ നിമിഷം അവിടെ ഉണ്ടായിരുന്ന ഒന്നാമത്തെ കാര്യം, ഭീമസേനൻ തട്ടിയപ്പോൾ ഭീമസേനൻ സാമ്രാട്ട് പദവി കിട്ടി. ഭീമസേനൻ യുധിഷ്ഠിരനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് ഭീമസേനനിൽ നിന്ന് നേരെ യുധിഷ്ഠിരന് സാമ്രാട്ട് പദവി പോയി. അങ്ങനെ പദവി പോയതിൻ്റെ കൂട്ടത്തിൽ ജരാസന്ധൻ പിടിച്ചു വെച്ചിരുന്ന രാജാക്കന്മാരെല്ലാം യുധിഷ്ഠിരൻ്റെ കീഴിൽ വന്നു. പിന്നീട് പാണ്ഡവരുടെ ദിഗ്വിജയം രാജസൂയം. ഈ രാജസൂയം നടത്താനായിട്ട് പാണ്ഡവരുടെയും യുധിഷ്ഠിരൻ്റെയും കൂടെ കൃഷ്ണൻ നിന്നതും അതിനായിട്ട് യുധിഷ്ഠിരനെ മോട്ടിവേറ്റ് ചെയ്തതും കൃഷ്ണൻ്റെ ഒരു ഗംഭീര പൊളിറ്റിക്കൽ മൂവായിരുന്നു. എങ്ങനെയെന്നറിയോ? ഒന്നാമത്തെ കാര്യം, ഒരു യുദ്ധം ഒഴിവാക്കി ധർമ്മസംസ്ഥാപനം നടത്തുക എന്നൊരു ഉദ്ദേശം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം എന്താണ്? രാജസൂയം നടത്തിയപ്പോൾ ഭാരതദേശത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ഏകോപിപ്പിച്ച് യുധിഷ്ഠിരന് കീഴിൽ കൊണ്ടുവന്നു. യുധിഷ്ഠിരനാണെങ്കിൽ ധർമ്മം വിട്ടൊരു കളിയില്ല. അങ്ങനെ യുധിഷ്ഠിരന് കീഴിൽ കൊണ്ടുവന്നാലുള്ളൊരു ഗുണം എന്താണ്? അത്ര സ്ഥലങ്ങൾക്ക് ഒരേ നിയമം, അത്ര സ്ഥലങ്ങൾക്കും ഒരേ നികുതി, അത്ര സ്ഥലങ്ങൾക്കും ഒരേ ക്വാളിറ്റി ഭരണം. അപ്പോൾ ആ ഒരു യൂണിറ്റി ഉണ്ടാവും. പിന്നെ വേറൊരു ഉദ്ദേശവും കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരെയും കൂടെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നാൽ തമ്മിത്തല്ലുണ്ടാകത്തില്ല. മാത്രമല്ല, കൗരവർക്കും പാണ്ഡവർക്കും ഇടയിലുള്ള സ്പർദ്ധ ഒഴിവാക്കാം. കാരണം എന്താണ്? കൗരവർക്ക് വേണ്ടിയിരുന്നത് ഹസ്തിനപുരത്തിൻ്റെ സിംഹാസനം, അത് അവർക്ക് തന്നെയുണ്ട്. യുധിഷ്ഠിരൻ ചക്രവർത്തി സമ്രാട്ടായി എല്ലാത്തിനെയും കൂടെ ഭരിക്കുന്നു. അതുപോലെ തന്നെ അങ്ങനെ നിന്നാലുള്ളൊരു ഗുണമെന്ന് പറയുമ്പോഴത്തേക്കും ആ കാലഘട്ടത്തിൽ ഭാരതത്തിലെ ശക്തരിൽ ശക്തരായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? ഭീഷ്മർ, അശ്വത്ഥാമാവ്, ദ്രോണാചാര്യർ, കൃപാചാര്യർ, ദ്രുപദൻ, ഇവരെല്ലാവരും യുധിഷ്ഠിരൻ്റെ കൂടെ നിൽക്കും. അപ്പോൾ ശക്തമായിട്ടുള്ള സെക്യൂർഡായിട്ടുള്ളൊരു ഭരണം, അതാണ് കൃഷ്ണൻ അവിടെ ഉറപ്പുവരുത്തിയത്. അപ്പോഴാണ് നമ്മുടെ ദുര്യോധനന് കിട്ടിയതൊന്നും മുഴുക്കാതെ കിടന്ന് കരച്ചിലായി പിഴിച്ചിലായി, അയ്യോ അവന്മാർക്ക് ആ സൈക്കിള് കിട്ടി, എനിക്ക് ആ സൈക്കിള് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കില്ല എന്നും പറഞ്ഞൊരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ കിടന്ന് ബഹളം വയ്ക്കാൻ ഒരുങ്ങിയത്. അവന്മാരെ കഷ്ടപ്പെട്ടവന്മാരുണ്ടാക്കിയെടുത്ത കാര്യങ്ങൾ കണ്ടിട്ടാണ് ഈ കിടന്ന് ഈ കരച്ചിലേ. അപ്പോൾ നമ്മുടെ ശകുനി എന്തോ ചെയ്ത് പകിട് എറിഞ്ഞ് അന്തസ്സായിട്ട് യുധിഷ്ഠിരൻ കൊണ്ട് കയറിക്കൊടുത്ത് ഉണ്ടാക്കി വെച്ചതെല്ലാം നശിപ്പിച്ച് കളയുകയും ചെയ്ത്. ഇതോടുകൂടി കൃഷ്ണൻ്റെ മുഖവും മട്ടും ഭാവവും ഒക്കെ അങ്ങ് മാറുകയാണ്. കാരണം എല്ലാം നഷ്ടപ്പെട്ട് പാണ്ഡവർ വനത്തിൽ വന്നിരിക്കുമ്പോൾ കൃഷ്ണൻ ആ സമയത്ത് ശാൽവൻ എന്ന് പറയുന്ന ഒരാളുമായിട്ട് യുദ്ധം ചെയ്യാൻ പോയേക്കായിരുന്നു. അതുകൊണ്ടാണ് ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നത്. ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. കുറേ എണ്ണത്തിന് അവിടെ ഇട്ട് തന്നെ കൃഷ്ണൻ തീർക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് കാട്ടിൽ വന്നിരുന്നപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് പാണ്ഡവരോട് സ്നേഹം ഉണ്ടായിരുന്ന രാജാക്കന്മാർ ചോദിച്ചു. ദ്രൗപദിക്കും പാണ്ഡവർക്കും ഉണ്ടായ അപമാനത്തിന് പകരമായി നമ്മൾ എന്തോ ചെയ്യണം? കൃഷ്ണൻ ഒരൊറ്റ വാക്കിലാണ് മറുപടി പറഞ്ഞേ, തട്ടണം, എല്ലാ എണ്ണത്തിനെയും തട്ടണം. അധർമ്മികൾ ഒറ്റ ഒരെണ്ണം ജീവിച്ചിരിക്കാൻ പാടില്ല. അതും എങ്ങനെ കൃഷ്ണൻ തീർത്തു? അധർമ്മം ചെയ്തവന്മാരെ അധർമ്മം കൊണ്ട് തന്നെ തീർത്തു. അങ്ങനെ തന്നെ കൃഷ്ണൻ ചെയ്തു. കാവ്യനീതി, അതാ കൃഷ്ണൻ്റെ രീതി. ബേസിക്കലി മംഗലശ്ശേരി നീലകണ്ഠൻ്റെ ഡയലോഗ് ഉണ്ടല്ലോ, കണ്ട ഊച്ചാളി രാഷ്ട്രീയക്കാരന്മാരെ പോലെ സ്ഥലം മാറ്റി കളയത്തില്ല, തീർത്ത് കളയും ഞാൻ. ഏകദേശം അത് തന്നെയായിരുന്നു കൃഷ്ണൻ. ഒരുപാട് അവസരങ്ങൾ കൊടുത്തു, ശിശുപാലനും എല്ലാവർക്കും മര്യാദയ്ക്ക് ജീവിക്കാൻ അവസരങ്ങൾ കൊടുത്തു. പറ്റൂല. അവസാനം എന്ത് ചെയ്ത്? കൊണ്ടിട്ട് തീർത്ത് എല്ലാത്തിനെയും കൂടെ കുരുക്ഷേത്ര ഭൂമിയിലിട്ട്. അതും കൃഷ്ണൻ്റെ പ്ലാനായിരുന്നു. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന അത്ര എണ്ണത്തിനെയും തീർത്ത് സെക്യൂർഡായിട്ടുള്ളൊരു ഭരണം കൃഷ്ണൻ ഉറപ്പുവരുത്തി. ഇത്രയൊക്കെ ഞാൻ കൃഷ്ണനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ ദ്വാരകയുടെ കാര്യം പറഞ്ഞു. ദ്വാരക ആ കാലഘട്ടത്തിലെ ലക്ഷൂറിയസ് ആയിട്ടുള്ള സ്ഥലം, സമ്പത്ത്. ഇതിന് പുറമെ വേറെ രണ്ടുപേരെയും കൂടെ എന്താ പറയുക, ഓൾറെഡി ശിശുപാലനെ തീർക്കുന്നുണ്ട്. അതോടുകൂടി ഛേദിദേശം ഇവർക്ക് ഫ്രണ്ട്ലിയായി. അതുപോലെ തന്നെ പൗണ്ഡ്രക വാസുദേവൻ, ശൃഗാല വാസുദേവൻ, ഇവരെ രണ്ടുപേരെയും കൂടെ തീർത്തതോടുകൂടി യാദവരുടെ സർവ്വശത്രുക്കളും തീർന്നു. യാദവർ വീണ്ടും സമ്പന്നരായി. അപ്പോൾ നല്ല സമ്പന്നരായി. അതുപോലെ തന്നെ ദാനവന്മാർ പല ആളുകളുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട്. അത്രയും ബന്ധം യാദവർക്കുണ്ട്. ഇപ്പോൾ ദ്വാരക എന്ന് പറയുമ്പോൾ അത്രയും ലക്ഷൂറിയസ് ആയിട്ടുള്ള സ്ഥലം, അത്രയും സമ്പന്നമായിട്ടുള്ള കൊട്ടാരം, സമ്പത്ത്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഓരോ ആളുകൾക്കും ഓരോ തസ്തികകളുണ്ട് അല്ലേ? സാത്യകിക്ക് സർവ്വസൈന്യാധിപൻ, ബലരാമൻ യുവരാജാവ്, അതുപോലെ ഗദൻ ഒരു പടത്തലവൻ,
കൃതവർമാവ് പടത്തലവൻ, അങ്ങനെ ഓരോ ആളുകൾക്കും ഓരോ സ്ഥാനം കൊടുത്താ നിർത്തിയിരുന്നത്. കൃഷ്ണന് ഒരു തസ്തികയും പറഞ്ഞിട്ടില്ല അല്ലേ? കാരണം കൃഷ്ണൻ അവിടെ ഒരു പോസ്റ്റ് ഇല്ലായിരുന്നു. അദ്ദേഹം എല്ലാത്തിൻ്റെ ഓവറോളായിരുന്നു, എല്ലാം നോക്കിക്കണ്ട് നടത്തിയിരുന്ന ആൾ. എങ്ങനെയെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പണി സിനിമയിലെ ഗിരിയേട്ടനുണ്ടല്ലോ, ഇതായിരുന്നു കൃഷ്ണൻ. ആളൊരു ഗിരിയേട്ടനായിരുന്നു. അതായത് കാര്യങ്ങൾ എപ്പോഴും ഇറങ്ങി ചെയ്യേണ്ടി വരത്തില്ല, എന്നാൽ ഇറങ്ങി ചെയ്താൽ നല്ല കരിങ്കല്ലിടിയും കാണാം. എല്ലാം മേൽനോട്ടം വഹിച്ച് ആർക്കും തൊടാൻ പോലും പറ്റാത്ത ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരാളായി മാറി. എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സിക്യൂഷൻ. എന്നാൽ സ്വാർത്ഥമായിട്ടുള്ള ഒരൊറ്റ ചിന്തയില്ലായിരുന്നു. എല്ലാം തൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെ പിടിച്ച് കയറ്റുക, ലോകത്തിന് നന്മ ഉണ്ടാവുക, അതിനുവേണ്ടി പല സ്ഥലത്തും പല ത്യാഗങ്ങളും സഹിച്ചു. ഇൻസ്പിറേഷനൊക്കെ ആയിട്ട് എടുക്കേണ്ട പുള്ളിയല്ലേ? കാരണം പുള്ളിയുടെ കുട്ടിക്കാലത്തിൽ പുള്ളി അനുഭവിച്ചതുപോലെ പാണ്ഡവരും അനുഭവിച്ചിട്ടില്ല, ആരും അനുഭവിച്ചിട്ടില്ല. ആ അനുഭവങ്ങളിൽ കൂടെ എല്ലാം കയറി വന്നിട്ട് കൃഷ്ണൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ എന്താ പറയുക, റോക്കി ബോയുടെ സിനിമയെ പറയുന്നത് പോലെ പവർഫുൾ പീപ്പിൾ മേക്ക് പ്ലേസസ് പവർഫുൾ. അതാണ് കൃഷ്ണൻ ചെയ്തത്. കൃഷ്ണൻ ചെയ്ത മാസമൊന്നും റോക്കി ബോയ് ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ പറയണം. റോക്കി ബോയുടെ കഥ അതുപോലെയല്ലേ, നറാച്ചി, ആർക്കും കയറാൻ പറ്റാത്തൊരു സംഭവം ഭയങ്കര പവർഫുള്ളായി. കൃഷ്ണനും അതല്ലേ ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതുപോലെ തന്നെ യാദവരെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം. യാദവർ മദ്യപിക്കുമായിരുന്നല്ലോ, ആ മദ്യപാനം ഇവർക്ക് ഭയങ്കരമായിട്ട് വന്നത് എങ്ങനെയാണെന്നറിയോ? ദാനവന്മാരായിട്ട് വരെ യാദവർക്ക് ബന്ധമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതുവഴിയാണ് ഈ ഒരു മദ്യസേവ ഇവരിലേക്ക് വന്നത്. ഇവർ നല്ലതുപോലെ മദ്യപിച്ചു തുടങ്ങി യാദവരിൽ ഈ പരിപാടിയൊന്നും ഇല്ലാതിരുന്നു എന്ന് 100% പറയാൻ പറ്റുന്ന ആളുകൾ ഒന്ന് കൃഷ്ണൻ. ശ്രീകൃഷ്ണസ്വാമി മദ്യപിക്കത്തില്ലായിരുന്നു. അതുപോലെ ഉദ്ധവൻ, ശ്രീകൃഷ്ണൻ്റെ ഒരു കസിനായിരുന്നു ഉദ്ധവൻ. ഈ ഉദ്ധവൻ നമുക്ക് വളരെ പ്രാധാന്യമുള്ള ആളാണ്. ഈ ഉദ്ധവൻ എന്ന് പറയുമ്പോൾ അത്രത്തോളം ബുദ്ധിമാനായിട്ടുള്ള ഒരാളായിരുന്നു. ദ്വാരക കടലെടുക്കുന്നതിന് മുൻപ് കൃഷ്ണൻ ഒരു തവണ കൂടെ ഗീതോപദേശം നടത്തുന്നുണ്ട്. ഉദ്ധവനാണ്. അതിനെയാണ് ഉദ്ധവഗീത എന്ന് പറയുന്നത്. ഭഗവത്ഗീത പോലെ ഉദ്ധവഗീത. ഈ ഉദ്ധവൻ നമുക്ക് ഒത്തിരി പ്രത്യേകതയുള്ള ഒരാളാണെന്ന് പറയാൻ കാര്യം എന്തെന്നറിയോ? ദ്വാരക കടലെടുക്കുന്നതിന് ആ ഒരു മുമ്പായിട്ട് ഉദ്ധവൻ്റെ കയ്യിൽ ശ്രീകൃഷ്ണൻ ഒരു വിഗ്രഹം കൊടുക്കുന്നുണ്ട്. ഉദ്ധവൻ ഈ വിഗ്രഹവും കൊണ്ട് സൗത്തിലോട്ട് വന്നു. സൗത്തിലോട്ട് വന്നപ്പോൾ അവിടെ ബൃഹസ്പതി, ഗുരു ഉണ്ടായിരുന്നു, വായു ഉണ്ടായിരുന്നു. ഗുരുവിൻ്റെയിലും വായുവിൻ്റെയിലും കയ്യിൽ ഈ വിഗ്രഹം കൊടുത്തു. മഹാദേവൻ്റെ അധ്യക്ഷത്തിൽ ആ വിഗ്രഹം സ്ഥാപിച്ചു. ഗുരുവും വായുവും കൂടെ സ്ഥാപിച്ച വിഗ്രഹമാണ് ഗുരുവായൂർ. അപ്പോൾ ഈ ഗുരുവായൂരത്തെ ആ ഒരു വിഗ്രഹം കൊണ്ടുവന്ന ആളാണ് ഉദ്ധവൻ. അപ്പോൾ ഉദ്ധവൻ അത്രത്തോളം പ്രാധാന്യമുള്ള ആളാണ്, വളരെ നല്ലൊരു വ്യക്തിയാണ് ഉദ്ധവൻ. അതുകൊണ്ടാണ് ഉദ്ധവൻ്റെ കാര്യവും കൂടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, യാദവർക്കിടയിൽ മദ്യപാനത്തിൻ്റെ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. അവിടെയും കൃഷ്ണൻ്റെ മറ്റൊരു കാര്യം പറയണം. ഈ മദ്യപാനം ഇവർക്കിടയിൽ ഒരുപാട് കൂടി വന്നപ്പോൾ ഒരു പോയിന്റ് എത്തിയപ്പോൾ കൃഷ്ണൻ നിയമം ഇട്ടു. ഒരു പരിധി കൂടുതൽ മദ്യപിക്കുന്നവർക്ക് കർക്കശമായിട്ടുള്ള ശിക്ഷ ഇനി മുതൽ ഉണ്ടാവുമെന്ന്. അതും കൃഷ്ണൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഞാൻ കൃഷ്ണനെക്കുറിച്ച് എല്ലാമൊന്നും പറഞ്ഞിട്ടില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുമ്പോൾ കൃഷ്ണൻ ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ടാക്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങളുടെ പല അംശങ്ങളിൽ ഒരു അംശം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത്രത്തോളം സംഭവങ്ങൾ ചെയ്തിട്ടുള്ള ഒരു, എന്താ പറയുക, നമ്മൾ ഈ സിനിമകളിലൊക്കെ മാത്രം കാണുന്ന പോലത്തെ ഗെയിം പ്ലേ നടത്തിയിട്ടുള്ള ഒരാളാണ് ഈ കൃഷ്ണൻ എന്ന് പറയുന്നത്. എന്നിരുന്നാൽ പോലും ഈ കാലഘട്ടത്തിലെ നമ്മളൊക്കെ കൃഷ്ണനെ കണ്ടാൽ സിനിമാ സ്റ്റൈലിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമുണ്ട്. ഈ ദ്വാരകയും കൃഷ്ണനെയും കൂടെയൊക്കെ കാണുമ്പോൾ, ഗിരിയേട്ടൻ എന്തുട്ടാ ഗിരിയേട്ടൻ്റെ സെറ്റപ്പ് എന്ന് നമ്മൾ ചോദിച്ചു പോവും. ആ രീതിക്കായിരുന്നു പുള്ളിക്കാരൻ കാര്യങ്ങൾ ചെയ്തിരുന്നത്. നമ്മൾ കൃഷ്ണൻ്റെ, എന്താ പറയുക, കാർട്ടൂണുകളിലും പ്രണയകഥകളിലും അതുപോലെ കൃഷ്ണൻ കുട്ടിയായിരുന്നപ്പോൾ വെണ്ണ കെട്ട് തിന്നുന്ന സംഭവങ്ങളൊക്കെ കാണുമ്പോഴും എല്ലാം നമ്മൾ ഒരു രീതിക്കാണ് കൃഷ്ണനെ കാണുന്നത്. ഇതിൻ്റെ ഇടയിൽ പുള്ളി ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ശ്രീകൃഷ്ണൻ എന്ന തന്ത്രജ്ഞനെക്കുറിച്ചുള്ള ചില വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും നയിച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ